അപ്പോൾ സ്വതന്ത്രരാക്കുക എന്നുള്ള വാക്ക് പൊതുവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. സത്യം നിങ്ങളെ സൗമ്യതാക്കി. മോസസ് എന്ത് സത്യം പറഞ്ഞു? സങ്കീർത്തനം 107:3 അനുസരിച്ചുകൊണ്ട് 103:7 അനുസരിച്ചുകൊണ്ട് മോസസ് ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികളെ പറഞ്ഞു കൊടുത്തപ്പോൾ സത്യം അറിഞ്ഞു. മോസസ് എന്ത് ചെയ്ത്? മോസസ് 12:3 അനുസരിച്ചുകൊണ്ട് സൗമ്യനായി. അതാണ് 8:32 ഈശോ പറയണത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സൗമ്യതയുള്ളവരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കേട്ടോ, അതിൻ്റെ വചനത്തെ കണക്ഷൻ പോകണ്ടില്ലേ? അപ്പോഴേ എന്താ ചെയ്യണത്? ഓരോ വിഷയത്തിനും നമുക്ക് സൗമ്യത ഉണ്ടാകും, ക്ഷമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമുണ്ടാകുന്ന ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങളുടെ മാനുഷികമായ പ്രകൃതിയായിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മ നിറവേറ്റുന്ന ഒരു സൗമ്യത എന്ന് പറയുന്നത് സുവിശേഷ വിഹിതമാണ്. നിങ്ങൾ സൗമ്യത കാണിച്ചാൽ ആ സൗമ്യത നിങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് ശാന്തപ്രകൃതിയുള്ളവരായിരിക്കും. ഗാന്ധിക്ക് എന്താ കുഴപ്പം? ഗാന്ധിക്ക് എന്താ? ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ ഗാന്ധിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അടി കൊണ്ടിട്ടും ആ മനുഷ്യൻ്റെ അങ്ങനെ ചവിട്ടിയില്ലേ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്, അതും സൗമ്യതയാണ്. പക്ഷേ അതും സുവിശേഷ സൗമ്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ കാര്യം? അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ പച്ചക്കറിയൊക്കെ തിന്ന് കഴിയുമ്പോൾ, ഇറച്ചിയൊന്നും തന്നെ കഴിക്കുമ്പോൾ ശരീരത്തിൽ തണുപ്പുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ സൗമ്യതയുണ്ട്. അതൊന്നും കൃപയൊന്നുമല്ല. സൗമ്യത എന്ന് പറയുന്നത് ഒരു ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വഴികളറിയണം. ദൈവം വരപ്രസാദം നിറക്കാനും ദൈവം എന്നിൽ വസിക്കാനും വേണ്ടിയാണ് ദൈവം എൻ്റെ പെരുമാറ്റത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവം ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകിക്കൊണ്ട് ഫലങ്ങൾ നൽകിക്കൊണ്ട് എന്നെ സൗമ്യനാക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ സത്യം. മനസ്സിലായില്ലേ? എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ പിലാത്തോസ് ചോദിച്ചത്, യേശു മിണ്ടിയില്ല. ടേക്ക് ദ മെറ്റഫോർ. എന്താണ് സത്യം? ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യോഹന്നാൻ 18:38. യോഹന്നാൻ 18:38. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? എന്താണ് സത്യം? എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ വളരെ സൗമ്യതയോടെ നിന്നുകൊണ്ട് കർത്താവ് എഴുതില്ല. പ്രധാന പുരോഹിതൻ്റെ ഭൃത്യൻ അവൻ്റെ കണ്ണക്കുട്ടി അടിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ നീ എന്നെ പ്രഹരിച്ചത് എന്തിന്? സൗമ്യതയോടെയല്ല ചോദിച്ചത്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യാൻ തുടങ്ങി, പിതാവ് തന്നോട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി. ആ സത്യവും മനസ്സിലാക്കിയ കാരണം അവൻ സ്വതന്ത്രനായിരുന്നു. അവന് ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. എന്ന് നമുക്ക് പരാതിയില്ല, എന്ന് നമുക്ക് പരിഭവമില്ലാത്ത രീതിയിൽ എത്തിച്ചേരുന്നുവോ അവിടെ വെച്ച് നമ്മൾ സത്യമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളിൽ ഉണ്ടാകുന്ന ഉടമ്പടി, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പെരുമാറ്റ ക്രമമുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ആൻഡ് കൈൻഡിനെ കുറിച്ച് മാത്രം പരിമാറി IITS പാസ്സായി വസ്തു വിറ്റൊന്നും നടക്കരുത്. മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടായി, അതെങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ പ്രശ്നങ്ങളിലൂടെ പ്രസാദപരം നിറയാൻ വേണ്ടി ഒരുക്കി. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യം എന്ന് പറയണത്. ആ സത്യം നിങ്ങൾ അറിയുകയും നിങ്ങൾ ഇനി എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും നിങ്ങളെ ക്ഷോഭിക്കത്തില്ല. എന്താ കാര്യം? സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇത് വരുമ്പോഴാണ് ഇനി ദൈവം നിങ്ങളെ കൃപ നൽകണത്. ഈ സത്യത്തിലേക്ക് വരുമ്പോൾ, ഈ രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം ശക്തി തരും. അതെന്തിനാണ്? ദൗത്യത്തിന് വേണ്ടിയുള്ളതാണ്. സുവിശേഷ വേലയ്ക്ക് ഇതുപോലെയുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ IELTS പാസ്സായിട്ട് 10 പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലക്കാരായി മാറുന്നില്ല. അതിലേക്കുള്ള വഴിയാണത്. മറിച്ച് എന്താണ്? ക്രിസ്തുവിനെ കൈമാറണമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ നിങ്ങളെ പറയും. അപ്പോൾ ജനങ്ങളെ പറയുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുമെന്ന് പറയത്തില്ലേ? എനിക്ക് തോന്നുന്നത് റോമ 14 ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പീഡിപ്പിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സുവിശേഷം കൈമാറുമ്പോൾ നമുക്ക് ശപിക്കാൻ പറ്റിയ കുറേ സാഹചര്യങ്ങൾ ഉണ്ടാകും. നീ മുടിഞ്ഞു പോകണോ എന്നൊക്കെ നമുക്ക് പറയും. അത് നമ്മൾ പിശാചം ഉണ്ടെങ്കിൽ പറയത്തുള്ളൂ. പക്ഷേ നീ സുവിശേഷ വേലക്കാരിയായ കൃപയെ പാത്രമായിരിക്കുകയും ക്രിസ്തുവിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അവനെ ആശീർവദിക്കണം. ആശീർവദിക്കുക മാത്രമേ
ചെയ്യാവൂ. അതാണ് സുവിശേഷ വേല. കാര്യം നമുക്കിതുപോലെ ആശീർവദിക്കാൻ ഒരു ദിവസം 5 പേരെ കിട്ടിയാകുമ്പോൾ രക്ഷപ്പെട്ടു. നമുക്കൊരു ആശീർവദിക്കാൻ നമുക്ക് 5 പേരെ കർത്താവിനെ കൈമാറുന്നതിൻ്റെ പേരിൽ ഇപ്പം ഈ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ യൂത്തൊക്കെ നമ്മളെ ഞെട്ടിച്ച് കളയുന്നുണ്ട്. അവർ പറഞ്ഞ കർത്താവിന് ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുമെന്ന്. അത് രക്ഷപ്പെട്ടില്ലേ? അവൾ നിത്യ ഉടമ്പടിയിലാണ് ശരിക്കും പറഞ്ഞാൽ. ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുമെന്ന്. അപ്പം തന്നെ ഈ ആൾ എൻഗ്രേസ്ഡ് ആണ് ആൾ ശരിക്കും. നടപടി പുസ്തകം 14:9 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 14:9. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴ് വിശ്വാസ കൈമാറ്റത്തിൻ്റെയൊക്കെ വരികയാണ്. 14:26 എടുത്ത് അന്ത്യോക്യയിൽ വെച്ചാണ് അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. ദൗത്യത്തിനാണ് കൃപ. മനസ്സിലായില്ലേ? അല്ല IELTS പാസ്സാകാനും അതുപോലെ തന്നെ വസ്തുവിക്കാനും ഭാഗവടപടി അടക്കാനും വരാൻ അനുഗ്രഹം മതി. അത് യൂസാന്തരം, അത് കഴിയുമ്പോൾ തീർന്ന്. പക്ഷെ നമുക്ക് തീരാത്ത സംഭവം എന്താണ്? കൃപയാണ്. ഗലാത്യർ 6:19 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ. ഗലാത്യർ 6:18 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കൃപ എവിടെ ഉണ്ടാകണത്? ആത്മാവിന്റെ കൂടെയാണ്, ശരീരത്തിന്റെ കൂടെ അല്ല. നമ്മുടെ ബ്ലെസ്സിങ്സ് എവിടെ ഉണ്ടാകണത്? ശരീരത്തിൻ്റെ കൂടെയാണ്. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം, ഈ ശരീരത്തിന് പറ്റുന്ന കാര്യങ്ങളാണ്. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോകും, അത് നഷ്ടപ്പെടും. പക്ഷേ ആത്മാവിൻ്റെ കൂടെ ഉള്ളത് നിത്യജീവന് വേണ്ടി കരയേറ്റും. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ എന്താണ്? ഉടമ്പടി പുതുക്കി വരുമ്പോഴേ ഇപ്പോഴേ എന്താണ് മരതക നിറം വന്നിട്ടുണ്ട്. എന്താണ്? ഇന്ദ്രനീല നിറം അത് വരുന്നുണ്ട്. ഉടമ്പടി അതായത് സിൽവർ ഗില കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനീലത്തേക്ക് വരുമ്പോൾ എന്താണ് വരണത്? കൃപയിൽ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തികളായിരിക്കണം. അതാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഉടമ്പടി ചില പുതുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ചിലർ പുതുക്കി കഴിയുമ്പോൾ അവരിപ്പോഴും പണ്ടത്തെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് സുവിശേഷത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ ഒരു കാഴ്ചപ്പാടും ഇല്ല. കാര്യം ഒരു കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ കൈമാറുന്നതിന് വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെക്കും. മറ്റെല്ലാം കർത്താവ് നോക്കിക്കൊള്ളൂ എന്നവർ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത നമുക്ക് ലഭിക്കണത് എന്താണ്? കൃപയാണ് ലഭിക്കണത്. അപ്പോൾ ഒരു വിഷയം ഇത്തിരി ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദൈവം നിന്നെ തള്ളി കൊണ്ടുപോയി അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. അതാണ് സത്യമെന്ന് അറിഞ്ഞിട്ട് സത്യം നീ സ്വതന്ത്രമാകണം. നടക്കണില്ലല്ല 3 തിരി കത്തിച്ചല്ല 10 തിരി കത്തിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇടിച്ച് ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് എന്നെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ സുവിശേഷ വേലക്കായി നീക്കി വെക്കുന്നു, എനിക്ക് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ അനുഗ്രഹത്തോടൊപ്പം കൃപയും തരാൻ പോകുന്നു എന്നുള്ളതാണ് ഉടമ്പട്ട സത്യം. ആ സത്യം അറിഞ്ഞ് നീ സ്വതന്ത്രമാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കൈയടിച്ച് കർത്താവ് സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടിയിൽ എപ്പോഴും ദൗത്യമുണ്ട്. എന്താ കാര്യം? ദൗത്യം യേശുവിനെ കൈമാറുന്നതാണ്. ഇതിന് നിങ്ങളെ ആദ്യമേ തന്നെ നിയോഗം ഏറ്റവും വലിയ യേശു കൈമാറ്റമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പോൾ വലിയ സംഭവം നടന്നു പോയേനും. ആദ്യമേ തന്നെ പറയണമായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ, കർത്താവേ ഒന്നാമത്തെ നിയോഗം എൻ്റെ വിശ്വാസ കൈമാറ്റമാണെന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ, എന്നെ കർത്താവെ സുവിശേഷത്തിൻ്റെ ആളാക്കി മാറ്റണേ എന്ന് പറഞ്ഞെങ്കിലേ നേരത്തെ കൃപയായി പോയേനും. കാരണം കൃപ അതിനേ ഉള്ളൂ. ദൗത്യത്തിന് ആവശ്യമായ കൃപ. അതാണ് 14:26 നടപടി പുസ്തകം എന്ന് പറയുന്നത്. കാര്യം എന്താ അറിയോ? വിശ്വാസം ഒന്ന് ആൾക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ എന്തിൽ നിന്നുണ്ടാകും? കേൾവിയിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. 10:17 എടുത്ത റോമ ശ്രുതികടെ ഹല്ലേലൂയ. റോമ 10:17. റോമ 10:17. ആകയാൽ
വിശ്വാസം കേൾവിയിൽ നിന്നും വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? കേൾവിയിൽ നിന്നേ പറ്റത്തുള്ളൂ. കേൾവി ആരെക്കുറിച്ച് പറയണം? ക്രിസ്തുവിനെ കുറിച്ച് പറയണം. അല്ലാതെ പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾവിയാണ് കാര്യം ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? അത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. എന്താ ഒന്നുകൂടി വായിച്ചേ? വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ഒന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെതാണ് നമ്മുടെ കൃപാസനത്തിൽ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ചെയ്യും. പിന്നെ എന്താണ്? സാക്ഷ്യം നിങ്ങളുടെ പ്രസംഗമാണ്. ലേമേൻ്റെ സെർമണാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ വിശ്വാസിയുടെ വിശ്വാസ പ്രഘോഷണമാണ് സാക്ഷ്യം. നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നാണ് ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരണത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, സാക്ഷ്യത്തിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ആൾക്കാരായി മാറും. പ്രയോജനമില്ല പിന്നെ ദൈവത്തിന് എന്താ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സുനിലിനൊക്കെ വീണ്ടും അസുഖം വരണം, തിരിച്ചു വരുന്നത്. എന്താ കാര്യം? അയാൾ സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എത്രയോ പേരെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നേനാം. ഇനിയും കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അയാളുടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ 1 കൊല്ലം നഷ്ടപ്പെട്ടു, 3 കൊല്ലം നഷ്ടപ്പെട്ടേക്ക്. നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്ന അനുസരിച്ച് ക്രിസ്തുവിനെ കൈമാറാനുള്ള കാലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാലങ്ങൾ തിരിച്ചു പിടിക്കാൻ പാടാണ്. അത് ഇറ്റ് ഈസ് ഗോൺ ഫോർ എവറാണ്, തീർന്നു. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ കർത്താവ് നൽകിയ സാക്ഷ്യം സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ നോക്കണം. വിശ്വാസത്തിന് വേണ്ടി അതിനാണ് കൃപയുള്ളതെന്നാണ് പറഞ്ഞത്. എന്താണ്? ദൗത്യത്തിനാണ് കൃപയുള്ളത്, ദൈവത്തിൻ്റെ ശക്തിയുള്ളത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 10:14 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന. റോമ 10:14 എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കാം? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് ചോദിക്കുന്നത് തന്നെയാണ് റോമ 10:14 തന്നെയാണ് വിശ്വാസം കേൾവിയിൽ നിന്ന് പറയുന്ന 10:17 വരണത്. അതായത് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ സുവിശേഷ വാഹകരായി മാറുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ സുവിശേഷ പ്രസംഗകനായി പ്രാസംഗികയായി അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഗ്യതയാൽ കരുണയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരോട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി സഹായം അഭ്യർത്ഥിച്ച് ഈശോയുടെ വൻ പദ്ധതികൾക്കായി ഞങ്ങളെ തന്നെ എളിമയോടുകൂടി വിട്ടുകൊടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളെ ചിതറിച്ചു, എളിമയുള്ളവർക്ക് കൃപ നൽകി. അതേ, ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു കളഞ്ഞു. ഈശോയെ ധ്യാനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു, സാക്ഷ്യം പറയാതെ ഞങ്ങൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടോടിയ സമയങ്ങളെല്ലാം ഞാനാണ് ദൈവമെന്ന് മനസ്സിൽ പ്രഖ്യാപിച്ച് ഈശോയെ നിന്റെ മഹത്വം
അത് നിനക്ക് തന്നെ നൽകാതെ പോയ അവസരങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഈശോയെ നിന്റെ സുവിശേഷ കൈമാറ്റത്തിനായി ഞങ്ങളെ പരുവപ്പെടുത്തിയെടുക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ എളിമപ്പെടലിലൂടെ തുറന്നു കിട്ടുവാൻ ഈശോയെ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മുങ്ങിത്താഴുമ്പോൾ നീ വചനത്തിലൂടെ പറഞ്ഞത് കഴിഞ്ഞകാല ദൈവാനുഭവങ്ങളെ നീ ഓർത്തെടുക്കണം എന്നാണ്. ഈശോയെ നാളിതുവരെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കരുണയാണ്, കരുതലാണ്, സംരക്ഷണമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ സമയം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവപിതാവേ, പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നും ദൈവ തിരുസന്നിധിയിൽ നിന്റെ വചനത്തിന് കാതോർത്തുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സാക്ഷ്യം പറയാനുള്ള ഞങ്ങളുടെ മടിയെ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെയൊക്കെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്തുവോ അതിനെല്ലാം പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ സുവിശേഷ സാക്ഷ്യമാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ നീ അരുളി ചെയ്തതുപോലെ അനുതപിച്ച് ഏതവസ്ഥയിൽ നിന്നാണ് നീ അധംപതിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ദീപസ്തംഭം എടുത്തു മാറ്റുമെന്നാണല്ലോ ഈശോ നീ തിരുവചനത്തിലൂടെ അരുളി ചെയ്തത്. ഈശോ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയിട്ടും സാക്ഷ്യജീവിതം നയിക്കാതെയുള്ള ഞങ്ങളുടെ ജീവിത നടപടികൾ ഈ ആരാധന അവസാനത്തെ താക്കീതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ദിവ്യകാരുണ്യനാഥ, എളിമപ്പെട്ടുകൊണ്ട് നീ ചെയ്ത വൻ കാര്യങ്ങൾ ഹെബ്രായർ 2:4 തിരുവചനത്തിലൂടെ നീ പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിച്ച അതിശക്തമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് സുവിശേഷം പകർന്നു കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ദിവ്യകാരുണ്യനാഥ, കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങളെ, ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി മുടക്കി മനഃപൂർവ്വം നിബന്ധനകൾ പാലിക്കാതെ ജീവിക്കുന്ന മക്കളെ എല്ലാം ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈ ആരാധന നിന്റെ ഒരു വിളിയാണെന്ന്, നിന്റെ സ്നേഹത്തിലേക്കുള്ള വിളിയാണെന്ന് ആ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിലാണ് അധംപതിച്ചതെന്ന് ഓർത്ത് ഈശോയെ നിന്റെ തിരുസന്നിധിയിലേക്ക് എത്രയും സ്നേഹത്തോടെ തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗമുള്ളവര്, തീരാവേദികള്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ അവസാദ രോഗികൾ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ. അവസാദമുള്ളവർ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ പൂർണ്ണമായി മാർഗരോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൈകൾക്ക് രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കൈകൾ രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ,
കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തിരുവിഴാവിൽ മുറിവേറ്റവനെ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലിയില്ലാത്തവരെ സ്പർശിക്കണേ കർത്താവെ. കാര്യം സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയവരെ സ്പർശിക്കണമേ കർത്താവെ. പൈസ അടക്കം ഇല്ലാത്തത് കൊണ്ട് പഠനം നിർത്തേണ്ടി വരേണ്ട ആൾക്കാരെ സ്പർശിക്കണമേ കർത്താവെ. മക്കൾ ദുർനടപ്പിനും അതുപോലെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പല പല ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവ് മക്കളില്ലാതിരിക്കുന്നവരുണ്ട് കർത്താവെ. ഗർഭത്തിൽ വെച്ച് തന്നെ എല്ലാ കുഞ്ഞുങ്ങളും അലസിപ്പോയത് കർത്താവ്, ഇനി കുഞ്ഞുങ്ങളുണ്ടാകുകയില്ലേ എന്ന് ഓർത്ത് വയറേപ്പത്തി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ്. അടിപ്പന പോലെ ദൈവികമായ ശക്തി അവർക്ക് ആവശ്യിക്കുകയും അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങൾ നൽകുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, ആരാധന, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മക്കള്, കോടതി കേസ് കിടക്കുന്നവര്, കുടുംബ കോടതി കേസുള്ളവര്, അദാലത്തിനും ഒത്തുതീർപ്പിനും വിളിച്ചിരിക്കുന്നവർ കർത്താവെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണ ഈശോയെ. അവരെല്ലാം ചെല്ലുന്ന സ്ഥലങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കണ കർത്താവെ. എന്താണ് നന്മ, എന്താണ് ഗുണമെന്ന് നിനക്കറിയാം. നിന്റെ തിരുമനസം പോലെ കർത്താവ് അതെല്ലാം ക്രമീകരിക്കപ്പെടാൻ കർത്താവ് സാത്താന്റെ ശക്തികൾ യേശു ക്രിസ്തു നാം നിഖനിക്കപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. കർത്താവെ കടകമ്പോളങ്ങൾ നടക്കുന്നവരെ, ജീവിത മാർഗത്തിന് വേണ്ടി കർത്താവ് ഓരോ തൊഴിലിടങ്ങൾ ഇട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. പലവരെ സർവീസ് സെന്ററിൽ ഇട്ടിരിക്കുന്നവരുണ്ട് കർത്താവ്. പല സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് ഈശോയെ. ഓരോ സ്ഥാപനങ്ങളിലും കർത്താവ് ഒരാൾ വേലയെടുത്തിട്ട് ജീവിക്കേണ്ട കുടുംബങ്ങൾ അനവധിയാണ് കർത്താവ്. അവർക്കെല്ലാം കടങ്ങളും ആവശ്യത്തിലേറെ ഉണ്ട് കർത്താവ്. അവരെല്ലാം സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. വീട് വിൽക്കാൻ പോകുന്നുണ്ട് ഈശോയെ. വിൽക്കേണ്ട കാര്യമില്ലാതെ നടക്കുമെന്ന് അങ്ങേക്ക് അറിയാമെങ്കിൽ കർത്താവ്, അതാണ് ശരിയെങ്കിൽ കർത്താവ് വിൽപ്പിക്കാതിരിക്കാൻ ഇടയാക്കണമേ കർത്താവ്. കർത്താവ് അവർക്ക് വേറെ വെക്കാൻ ആഗ്രഹത്തിൽ വെക്കാൻ പറ്റാത്ത സ്ഥലം വാങ്ങാൻ വാങ്ങാൻ പറ്റാത്തത് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് പലതരത്തിലുള്ള വിഷമതകൾ കുടുംബത്തിൽ അനുഭവിക്കുന്നവരെ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് മക്കളും മാതാപിതാക്കന്മാരും ഒക്കെ പ്രയാസപ്പെടുകയും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുകയും കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുകയും നരകതുല്യമായ ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് നീ കയറി ചെല്ലണമേ. നീ അത് ഭവനത്തിൽ പ്രവേശിച്ചാലും ഭവന സമാധാനം ആശംസിക്കുക. അളിച്ച കർത്താവിൻ്റെ സമാധാനം ആ കുടുംബങ്ങളിലേക്ക് ഭരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അവരെ ഉണ്ട്, അവരുടെ കാര്യമാണ് ഇപ്പോൾ കർത്താവ് ഏറ്റെടുക്കാൻ പോകുന്നത്. അവർക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. മുട്ടയെന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ കൈമാറ്റത്തിനുള്ള അധിക കൃപ, മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ നിന്നെ ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം അതീവ സ്നേഹത്തോടെ സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ